ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമത്തിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് ജാസ്മിന് നേരിടേണ്ടി വന്നത്. ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈയൊരു സാഹചര്യത്തിലാണ് താരം പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് ജാസ്മിൻ മാപ്പ് ചോദിച്ചത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നും തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും ജാസ്മിൻ പറഞ്ഞു. വിവാദമായ റീൽ പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല. അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന കുറിപ്പാണ് ജാസ്മിൻ പങ്കുവച്ചത്. ക്ഷേത്രത്തിൽ ആറാട്ട് പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥക്കുളത്തിന്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. പരാതി കോടതിക്ക് അയച്ചു. കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തും. നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ്. പുണ്യസ്ഥലത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥക്കുളത്തിൽ മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രം അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3 ദിവസം മുമ്പാണ് ജാസ്മിൻ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തു നിന്ന് ചിത്രീകരിച്ച റീൽ പങ്കുവച്ചത്. ഇതിൽ ക്ഷേത്രക്കുളത്തിൽ ജാസ്മിൻ കാൽ കഴുകുന്ന ഭാഗമുണ്ട്. ഇത് ചർച്ചയായതോടെ അവർ റീൽ അക്കൗണ്ടിൽ നിന്ന് കളയുകയും ചെയ്തു. ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ആളുകളുണ്ട്. അതിലൊരാളാണ് ജാസ്മിൻ ജാഫർ. ആദ്യം നെഗറ്റീവ് ഇമേജ് ആയിരുന്നുവെങ്കിലും പിന്നീട് പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു. അതേസമയം സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും സോഷ്യൽ മീഡിയ ലോകത്ത് സജീവമായി തുടരുകയാണ് ജാസ്മിൻ. പിന്നീട് ഓണത്തോടനുബന്ധിച്ച് താരം പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായി മാറിയത്. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ടെമ്പിൾ പോലീസിനാണ് ദേവസ്വം പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഈ റീൽ ഡിലീറ്റ് ചെയ്തു എന്നാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നതായി ജാസ്മിൻ അറിയിക്കുകയും ചെയ്തു. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല താനിത് ചെയ്തതെന്നും ജാസ്മിൻ അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകുന്നതും ക്ഷേത്ര പരിസരത്തൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നതുമായിരുന്നു ആ റീലിലുള്ളത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ സംഭവത്തിൽ കേസെടുക്കുമോ എന്ന കാര്യം പോലീസുകാർ പരിശോധിച്ചു വരികയാണ്.